പ്രിയപ്പെട്ടവരെ, ഞാൻ ബഷീർ നിലമ്പൂരാട്ടോ. അപ്പൊ ഞാനിന്ന് എവിടെ ഉള്ള അറിയോ? ഞാന് വഴിക്കടവ് കെട്ടുങ്ങലാട്ടോ. അപ്പൊ സിദ്ദിഖ, ഇതിപ്പോ എന്നാ തുറന്ന് സീസൺ പരിപാടി അല്ലേ? ഈ സാധനങ്ങളൊക്കെ സംഭവം ഇവിടെ ഇപ്പൊ ഇളനീരും പിന്നെ ഈ മാങ്ങയൊക്കെ തന്നെ ഉള്ളുവെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്താന്നില്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് പ്രിയൂർ മാങ്ങയാണ്. പേരക്ക മാങ്ങ പറയും ഇവിടെ. എങ്ങനെ? പ്രിയൂർ പേരക്ക മാങ്ങയാണ്. ഇത് ഞാൻ പറിച്ചിട്ട് പോകട്ടാണ്. അപ്പൊ ഇത് എവിടുന്നാണ് മാങ്ങ എവിടുന്ന കിട്ടുക? ഞാൻ പറഞ്ഞുതരാം. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. ഇതൊന്നും ചെയ്യാതെ ഇത് ചനച്ച മാങ്ങയാണ്. അപ്പൊ ഇത് ചിലർ കൊണ്ടുപോയി ജ്യൂസ് അടിക്കും. എല്ലാത്തിനും പറ്റിയ സാധനമാണ് ഇത്. മൂവാണ്ടൻ മാങ്ങ നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ. മൂത്ത് ചനച്ച മാങ്ങയാണ്. ഇതൊക്കെ നാട്ടിൽ കൂടെ ഉള്ള മാങ്ങയാണ്. ഈ പരിസരത്ത് കൂടെ ഒക്കെ ഉള്ളതാണ് നാടൻ മാങ്ങ. ഇവിടെ നാട്ടിലത്തെ സാധനം അല്ലാത്തൊരു സാധനം ഞാൻ പുറത്തുനിന്ന് എടുക്കല്ല. എല്ലാ സാധനവും മാങ്ങയായാലും കരിക്കായാലും എല്ലാ സാധനവും നാട്ടിൽ നിന്ന് എടുക്കണം. ഇത് നാടാണ്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് അടി സാധനത്തിന്. ഞാൻ ഫസ്റ്റിൽ ഇത് കുറച്ച് കൊണ്ടു നോക്കിയതാ. പിന്നെ ആൾക്കാർക്ക് സാമ്പിൾ നോൽപ്പിന്റെ മുന്നേറ്റ് സാമ്പിൾ ഇങ്ങനെ കൊടുത്തിരുന്നു. നല്ല മധുരം ഉണ്ടല്ലേ? നല്ല മധുരമാണ്. അപ്പൊ സാമ്പിൾ കൊടുത്തപ്പോ പിന്നെ ഞാന് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പിന്നെ കൊണ്ടുവന്നു. സംഭവം ഉഷാറാണ്, നല്ല മധുരമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ നല്ല സാധനം ഇവിടെ കൊടുക്കുള്ളൂ. പിന്നെന്താ, തീർച്ചയായിട്ടും. അല്ലേ, കുറച്ച് സാധനം ഉണ്ടെങ്കിലേ ഉള്ളത് നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എവിടുന്നായാലും വരും. അല്ല, ഇവിടെ ചക്ക ഉണ്ടായിരുന്നു. ചക്ക പോയതാണ്. ചക്ക കഴിഞ്ഞതാണ്. ചക്ക ഉണ്ടായിരുന്നു. ചക്ക ഉണ്ടായിരുന്നു. ഒരു ചക്ക ഇവിടെ ഉണ്ടല്ലേ? അത് പഴുത്ത ചക്കയാണോ അതോ എങ്ങനെ? രാവിലെ കിലോ 30 റുപ്യ. അത് നമ്മളെന്നെ കയറി ഇരുന്നോണ്ടേ ഒരു പാകത്തിന് ഇങ്ങനെ കൊടുക്കാണ്. കരിക്ക് 60 റുപ്യ, നാടൻ കരിക്കാണ്. തോട്ടത്തിന് 30 റുപ്യ വിലയാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, ഇത് വാങ്ങിക്കാം. സ്ഥലം മറക്കണ്ട. വരുന്നത് വഴിക്കടവ് കെട്ടുങ്ങൽ. ഓക്കെ.